തമ്പുരാന്റെ ആദ്യപടിയായി ഇവിടെ സന്നിഹിതരായിരിക്കുന്നവർ. നമുക്കൊരു കാര്യത്തിനെ നമ്മൾ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മളൊന്ന് അറിയണം. അറിഞ്ഞ് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് നശിപ്പിക്കത്തില്ല. നമുക്ക് അതിനോട് ഇഷ്ടം തോന്നും. അല്ലാതെ എങ്കിൽ നമുക്കത് നശിപ്പിക്കാനുള്ള ടെൻഡൻസികളൊക്കെ കൂടിക്കൂടി വരും. അപ്പോൾ നമ്മൾ ഈ കാവ് നശിപ്പിക്കരുത്, കാട് നശിപ്പിക്കരുത്, മരം വെട്ടരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാതെ നമുക്ക് അതിനെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ അത് എങ്ങനെ ആയിരിക്കണമെന്ന്, അത് എങ്ങനെ സംരക്ഷിക്കണമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയണം. പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ഇതിനെക്കുറിച്ച് അറിയാനുള്ള വിദ്യാഭ്യാസ പാഠ്യ പദ്ധതിയിൽ പോലും നമുക്കത് അറിയാനുള്ള ഒരു അവസരം പലപ്പോഴും ഒരുക്കുന്നില്ല എന്നുള്ളത്. കാവിന്റെ ഒരു പറഞ്ഞാല് ഓണാട്ടുകരയില് നമ്മുടെ ഈ ഭാഗത്ത് മധ്യ തിരുവിതാംകൂർ അല്ലെങ്കിൽ മധ്യ കേരളം ഈ ഭാഗത്താണ് കാവുകൾ എന്നുള്ള ആ ഒരു സർപ്പക്കാവുകളും അല്ലാതെയുള്ള വീടുകളോടനുബന്ധിച്ചാണ് കുടുംബങ്ങളുടെ നേതൃത്വത്തിലേക്കാണ് ധാരാളം കാവുകൾ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അവ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഉള്ള കാവിന്റെ തന്നെ വികൃതി കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കാവുകൾ നമ്മുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുകയായിരുന്നു. കൃഷിയിടത്തിന്റെ കാവലായിരുന്നു കാവുകൾ. ഒരു കൃഷിയിടത്തെ കാത്തിരുന്നത് ആ കൃഷിയിടത്തിലേക്കുള്ള എല്ലാ ശുദ്ധജീവികളായിക്കോട്ടെ, നമ്മൾ കീടങ്ങളിൽ നേരിടുന്ന രോഗകാരികളായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ കാവ് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഒരു നാടിന്റെ സൂക്ഷ്മ കാലാവസ്ഥ, മണ്ണാശാല കാവ് അപ്പുറത്ത് നിൽക്കുമ്പോ തന്നെ നമുക്ക് ഫാൻ ഇടേണ്ടി വന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഫാൻ ഓഫ് ചെയ്താലും അത്യാവശ്യം തണുപ്പും കുഴപ്പമില്ലാത്ത ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാവും. കാരണം അതൊരു സൂക്ഷ്മ കാലാവസ്ഥയാണ്. സൂക്ഷ്മ കാലാവസ്ഥ മൈക്രോ ക്ലൈമറ്റിനെ സന്തുലിതപ്പെടുത്തുന്നത് കാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ആലില തുമ്പത്തിരുന്ന് തുള്ളുന്നതും അഞ്ചിതൽ പൂക്കളായി കയ്യാട്ടി നിൽപ്പതും അമ്പലപ്രാവായി നീ കുറുകുന്നതും ആയിരം പുഴകളുടെ ഓളങ്ങളായ എന്റെ ആത്മഹർഷങ്ങൾക്ക് താളം പിടിപ്പതും. കുട്ടികളോട് പറയുന്നത് അതാണ്. നമ്മൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇങ്ങനെ തോണ്ടി ഒരുപാട് സമയം കളയുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ചുറ്റുവട്ടത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒത്തിരി ഗ്രിപ്പുകൾ, ജീവിതത്തില് പരാജയപ്പെട്ടു പോകുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. നമ്മൾ തോട്ട് തുന്നവാടി നിൽക്കും. ആ സമയത്ത് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ചില ജീവികൾ അവര് തരുന്ന ചില ഭാവങ്ങൾ, അത് ചെടിയായിക്കോട്ടെ, ഒരു ഓത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു അട്ടയായിക്കോട്ടെ, ഒരു മണ്ണിര ആയിക്കോട്ടെ, ആ ഭാവങ്ങളാണ് നമ്മളെ വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇവ പകുതി നമ്മുടെ കാലിന്റെ ചോട്ടിൽ നിന്ന് പകുതി ചതഞ്ഞു പോയ ദേഹമായിട്ട് ഓടിപ്പോകുന്ന ഉറുമ്പുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവര് ജീവിക്കാനുള്ള വാശിക്ക് പോകുന്നതാണ്. ജീവിതത്തിന്റെ ഏറ്റവും അവസാന കോശത്തിൽ ജീവന്റെ ഒരു തരി ബാക്കിയുണ്ടെങ്കിൽ നമ്മളത് ആവേശത്തോടെ ജീവിക്കണമെന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ കുഞ്ഞുങ്ങളോട് പറയുന്നത്. എല്ലാ ഹേമന്തത്തിന്റെയും ശിശിരത്തിന്റെയും വസന്തത്തിന്റെ എല്ലാ കളറുകളും വർണ്ണങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് സ്വച്ഛതയുടെ ഒരു ലോകം ഇനി നമുക്കുണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹം, സന്തോഷം.